ഹലോ, ഹൈക്കമാൻഡിനോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഒന്നുകൊണ്ട് പേടിക്കണ്ട. എടോ ദിനേശ, ഗോപാലേട്ടനെ വിട്ട് നമ്മൾ കയറണമെന്നൊന്നുമില്ല. ഇത് നമുക്ക് കുറച്ച് ഓട്ടാ, പക്ഷെ അധികാരം കിട്ടണ്ടേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും കയറണം. ഹലോ, ഇലക്ഷനാണ്. നമ്മളെ സ്ഥാനാർത്ഥിന്റെ ചിഹ്നം ഇതാണേ, മറക്കണ്ട. അതെന്ത് പറയാനാ, നമ്മൾ ജനിച്ചത് മുതലേ ഒരൊറ്റ ചിഹ്നത്തിലേ കുത്തിയിട്ടുള്ളൂ, അത് ഇതാ. ഗോപാൽട്ടാ, ഒരു 10ാമത്തെ കൊല്ല ഇപ്രാവശ്യം അധികാരം കിട്ടില്ല. നമ്മളെ കാര്യം കട്ടപ്പുകയാട്ടോ. ഇതൊക്കെ എന്ത് പറയാനാ, ഗോപാലേട്ടൻ നമ്മളെ സ്വന്തം ആളല്ലേ. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ എന്തൊക്കെ എങ്ങനെ നേടിയെന്ന് വിശദീകരിക്കാനാണ്. 10 വർഷം കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ പതിറ്റാണ്ട്. ഇച്ഛാശക്തി കൊണ്ടൊരു സർക്കാരിന് നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയുമെന്ന് കേരളപ്പിറവിക്ക് ശേഷം തെളിഞ്ഞ 3650 ദിനരാത്രങ്ങൾ. സർക്കാർ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഒരുപാട് മുടക്കം ഉണ്ടായിരുന്നു. അതെല്ലാം ഈ സർക്കാർ വന്നതിന് ശേഷം ഒരുമിച്ച് ഞങ്ങൾക്ക് തരികയും പടിയായിട്ട് പെൻഷൻ 2000 രൂപയാക്കുകയും ചെയ്തു. പണ്ട് ഷീറ്റിട്ട വീടായിരുന്നു എൻ്റെ വീട്, ചെറിയ വീടായിരുന്നു. ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ എനിക്ക് വീട് കിട്ടി. 6 വർഷമായി വീട് കിട്ടിയിട്ട് വലിയ വീടാക്കി വെച്ചു. സോളാർ വെച്ചത് കാരണം കറണ്ട് ബില്ലെല്ലാം കുറച്ച് വരെയാണ്. പിന്നെ പെൻഷൻ കിട്ടുന്നുണ്ട്, എല്ലാ മാസവും വീട്ടിലെത്തിക്കുകയാണ്.